പുനർവിവാഹം. രചന മായ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ഷാജി വീട്ടിലെത്തുമ്പോൾ എന്നത്തെയും പോലെ ഉമ്മർത്തിരിപ്പുണ്ട് എല്ലാവരും. നെറ്റിയിൽ ഭസ്മം കൊണ്ട് ഒരു കുറി തൊട്ടിട്ടുണ്ട്. മുന്നിൽ നിലവിളക്കും കത്തിച്ചു വെച്ചിട്ടുണ്ട്. അത്രയും നേരം വേട്ടയാടിയ ചിന്തകളും പിരിമുറുക്കവും അയഞ്ഞ് മനസ്സ് നിറഞ്ഞൊരു ചെറുചിരി വിരിഞ്ഞു അയാളിൽ. അയാൾ വന്നതും ഒരൽപ്പനേരം സംസാരിച്ച ശേഷം കുളിക്കാൻ പോയി. ഉമ്മറത്ത് വിളക്കെടുത്തു വെച്ച് സന്ധ്യരാധികയും ചായ ഉണ്ടാക്കാൻ അടുക്കളയിലേക്കും കയറി. ഷാജി കുളി കഴിഞ്ഞ് ഉമ്മറത്തേക്ക് വന്നപ്പോൾ അമലും ശ്യാമും വേണി നല്ല കത്തിയടിയിലാണ്. ഷാജി അല്പനേരം നോക്കി നിന്നു. പിന്നെ അയാളും ചെന്നിരുന്നു. അവർക്കിടയിലേക്ക് ചെന്നിരുന്നപ്പോഴാണ് മനസ്സിലായത് ശ്യാമിന്റെ പുളുവടിയാണ് അവിടെയെന്ന്. ബാക്കി രണ്ടുപേരും പുളുവാണെന്നറിഞ്ഞിട്ടും കേട്ടിരിക്കുന്നുണ്ട്. അയാൾക്ക് ചിരി വന്നുപോയി. അപ്പോൾ തന്നെ വൈകുന്നേരം ഉണ്ടാക്കി വെച്ച ബാക്കി പൊരിക്കടികളും ചായയുമായി സന്ധ്യയും രാധികയും വന്നു. പിന്നെ ചായ കുടിച്ചുകൊണ്ട് സംസാരിച്ചിരുന്നു എല്ലാവരും. 8:30 ട്രെയിൻ എത്തുക? ഷാജി രാധികയോട് ചോദിച്ചു. ലേറ്റാവുന്ന ചെക്കൻ വിളിച്ചപ്പോൾ പറഞ്ഞ് അവൻ ഒറ്റയ്ക്ക് വന്നോളാന്ന് രാധിക പറഞ്ഞു. ഹർഷം മീറ്റിംഗ് കഴിഞ്ഞ് പുറപ്പെട്ടിട്ടുണ്ട്. 8:30 എത്തേണ്ടതാണ്. എവിടേക്കോ പിടിച്ചിട്ട് ട്രെയിൻ നല്ല ലേറ്റാവുമെന്നാണ് കുറച്ചു മുമ്പ് ഹർഷം വിളിച്ചപ്പോൾ പറഞ്ഞത്. അമൽ സ്റ്റേഷനിലേക്ക് പോകാമെന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷെ ഹർഷം പറയുന്ന അതൊന്നും വേണ്ട, താനങ്ങ് വന്നോളാം എന്നാണ്. എങ്കിലും ആപ്പിൾ ട്രെയിൻ വരുന്ന സമയം നോക്കി അമൽ സന്ധ്യയുടെ സ്കൂളിൽ സ്റ്റേഷനിലേക്ക് പോയി. അവൻ ചെന്ന് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ട്രെയിൻ എത്തി. ആ തിരക്കിനിടയിൽ നിന്നും തോളിലൊരു ബാഗുമായി ബ്ലാക്ക് കളർ ടീഷർട്ടും കാക്കി പാന്റും വേഷത്തിൽ നടന്നു വരുന്നവനെ അമൽ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ഹർഷനെ ഒറ്റ നോട്ടിൽ തന്നെ ഒരു പോലീസുകാരനാണെന്ന് ആരും തിരിച്ചറിയുമെന്ന് നോക്കി നിൽക്കാൻ അമലിന് തോന്നി. അവന്റെ ബോഡിയും നടത്തവും മീശയും ഹെയർ സ്റ്റൈലുമെല്ലാം ഒരു പോലീസാണെന്ന് വിളിച്ചോതുന്ന പോലെയാണ്. അമലൊരു കൈ ഉയർത്തി കാണിച്ചും ഹർഷന്റെ കണ്ണിലാവും പെട്ടു. താൻ വരേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സ്റ്റേഷനിൽ ഹർഷൻ ആരെയും പ്രതീക്ഷിച്ചിരുന്നില്ല. അമലിനെ കണ്ടപ്പോൾ അമ്പരപ്പായിരുന്നു അവനിൽ ആദ്യം വന്നത്. പിന്നെ അതൊരു ചിരിയായി പരിണമിച്ചു. ഹർഷൻ വേഗം അവന്റെ അടുത്തേക്ക് നടന്നു നിന്നു. എങ്ങനെയുണ്ടായിരുന്നു ഹർഷൻ ചേട്ടാ യാത്രയൊക്കെ? അവൻ ചോദിച്ചു. കുഴപ്പമില്ലണ, വേറെ ഓഫീസേഴ്സ് ഉള്ളതുകൊണ്ട് ബോറടിച്ചൊന്നുമില്ല. എന്നാണ് വീട്ടിലെ അവസ്ഥ? നീ നിന്റെ ചേച്ചി നമ്മൾ അടിയങ്കൊക്കെ കഴിഞ്ഞോ? ഗൗരവ ഒട്ടുമില്ലാതെ മറുപടി പറഞ്ഞ് പിന്നീടുള്ള ഹർഷന്റെ ചോദ്യം അമലും പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ ചമ്മലോടെ മുഖം വെട്ടിച്ചു. അത് ചുമ്മാ. അവന്റെ ചമ്മലും തപ്പിത്തടയിലും കണ്ടപ്പോൾ ഹർഷന് ചിരി വന്നുപോയി. ചെറിയ ചെറിയ സംസാരങ്ങളുമായി രണ്ടുപേരും വീട്ടിലെത്തിയപ്പോൾ സമയം 9 കഴിഞ്ഞിരുന്നു. വന്നയുടനെ തന്നെ അവൻ ഫ്രഷായി വന്നു. അവരെല്ലാവരും കഴിക്കാതെ രണ്ടാളെയും കാത്തിരിക്കുകയായിരുന്നു. ഊണുമേശയ്ക്ക് മുന്നിൽ ഇരുന്നപ്പോഴാണ് പിന്നെ ചോദ്യാന്വേഷണങ്ങളും സംസാരങ്ങളും ഉണ്ടായത്. ഷാജിയും വൈകിട്ടുണ്ടായതെല്ലാം വിട്ട് നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു. വീണിയും പഴയ പോലെ ആക്റ്റീവായിരുന്നു. ഹർഷനും ഫേസ് ചെയ്യാനുള്ള അവിടെ മടിയും അടുപ്പൊക്കെ മാറിയിരുന്നു. ഇന്നു മുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ വീണ്ടും തുറക്കുകയാണ്. മഴയും പ്രളയവും എല്ലാം ഒതുങ്ങിയിട്ടുണ്ട്. ജനങ്ങളെല്ലാം സാധാരണ ജീവിതത്തിലേക്ക് വീണ്ടും പോയി തുടങ്ങി. ശ്യാമൊഴികെ അമലും വേണിയും കോളേജിൽ പോകുന്നുണ്ട്. രണ്ടാൾക്കും നല്ല മടിയുണ്ടായിരുന്നു. ഇത്ര ദിവസം വീട്ടിലെല്ലാവരുടെയും ഒപ്പം രസിച്ചിരുന്നല്ലേ, അതിൻ്റെ ഒരു മടി. ശ്യാമിനും ആകെ സങ്കടമാണ് രണ്ടാളും കോളേജിൽ പോകുന്നവർക്ക്. ഇനി മുതൽ തന്റെ കൈയും കാലും ശരിയാവും വരെ വീട്ടിൽ തന്നെ ഇരിക്കണല്ലോ എന്നാണ് അവന്റെ സങ്കടം. വേണി അമലുണ്ടേൽ സമയം പോകുന്ന അറിയില്ലല്ലോ. വേണി നനഞ്ഞ മുടി കോതി പിന്നിട്ടു. കണ്ണാടിയിൽ ഒട്ടിച്ചു വെച്ച പൊട്ട് നെറ്റിയിൽ തൊട്ട് അവൾ ബാഗുമായി ധൃതിയിൽ പുറത്തേക്ക് ഓടി. മുകളിൽ നിന്ന് വന്ന ഹർഷനെ കൂട്ടിയിടിച്ച് വീഴാൻ പോയവളെ ഹർഷൻ പെട്ടെന്ന് തന്നെ വീഴാതെ ഇടുപ്പിലൂടെ പിടിച്ചു നിർത്തി. വേണിയുടെ കൈ ഒരു പിടുത്തം കിട്ടിയതുപോലെ അവന്റെ ടീഷർട്ടിൽ മുറുകി. ഭയന്ന് കണ്ണുകളടച്ച് തന്നോട് ചേർന്ന് നിൽക്കുന്നവളിലൂടെ ഹർഷന്റെ കണ്ണുകൾ ഒഴുകി നടന്നു. പിങ്ക് കളർ കോട്ടൺ സൽവാറാണ് വേഷം. മുടി അലസമായി പിന്നിട്ടിരിക്കുകയാണ്. നെറ്റിയിൽ ചെറിയൊരു കറുത്ത പൊട്ട് മാത്രം. മറ്റൊരു അലങ്കാരവും മുഖത്തില്ല. വീണിൽ നിന്ന് കണ്ടതും വേണി കണ്ണുകൾ തുറന്നു. ഹർഷൻ തന്നെ ചേർത്ത് പിടിച്ചിരിക്കുകയാണെന്നും താൻ അവനെ പിടിച്ചിട്ടുണ്ടെന്നും മനസ്സിലായതും കൈവിട്ട് പിടയലോടെ അവന്റെ കൈകളിൽ നിന്ന് ഊർന്നു മാറിയവൾ. സോറി. തന്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കാണെന്ന് അറിയാവുന്നതുകൊണ്ട് വിറയലോടെ പറഞ്ഞവൾ. ഹർഷൻ മറുപടിയൊന്നും നൽകാതെ ലിവിംഗ് റൂമിലേക്ക് നടന്നു. മറ്റാരും കണ്ടില്ലല്ലോ എന്ന് നോയിക്കൊണ്ട് വേണിയോ അടുക്കളയിലേക്ക് നടന്നു. അവൾ പോയെന്ന് കണ്ടതും ഹർഷൻ അവിടെ മുടിയിൽ നിന്നും കൈകളിലായ നനവ് ടീഷർട്ടിൽ അലസമായി തുടച്ചു കളഞ്ഞു. വേണി അടുക്കളയിൽ ചെന്നും കണ്ടത് അമൽ റീൽസും കണ്ട് ഉപ്മാവ് ഒഴിക്കുന്നതാണ്. രാധിക അവൾക്കുള്ള ചോറും കറികളും പാത്രത്തിൽ പകർത്തിയെടുക്കുന്നുണ്ട്. അമ്മയാവട്ടെ അടുപ്പത്തെന്തോ ഇളക്കുകയാണ്. അവളെ കണ്ടതും സന്ധ്യ ഒരു കഴുകി വെച്ച പ്ലേറ്റും ഗ്ലാസും എടുത്ത് നീട്ടി. വേണി സമയം കളയാതെ ഉപ്മാവും പഴയും ചായവും എടുത്ത് കഴിച്ചു തുടങ്ങി. എന്റെ വേണി, നീ മുടി തോർത്തിയില്ലേ? ഇവിടെ ഒക്കെ വെള്ളായി. ഇങ്ങനെയാണ് ഈ നീരിറങ്ങും കേട്ടോ. കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സ് ടേബിൾ വെച്ചിരിക്കുന്ന ബാഗിലേക്ക് വെക്കുന്നതിനിടയിലാണ് രാധികളുടെ മുടിയിൽ നിറ്റ് വീഴുന്ന വെള്ളം കണ്ടത്. ഇരിക്കുന്നതിന്റെ താഴെ വെള്ളക്കളം തന്നെ ആയിട്ടുണ്ട്. അവൾ അമ്മയൊന്ന് പാളി നോക്കി. പ്രതീക്ഷിച്ച പോലെ തന്നെ സന്ധ്യ അവൾ നോക്കി കണ്ണുരുട്ടി. വേണി, നിന്നോട് 1000 വട്ടം പറഞ്ഞിട്ടുണ്ട് മുടി നേരാവണ്ണം തോർത്തണമെന്ന്. എത്ര പറഞ്ഞാലും കേൾക്കില്ലേ നീ? എന്റെ അമ്മേ, ഞാൻ തോർത്തി തന്നെയാ. എനിക്ക് ഇത്ര തോർത്താനേ അറിയുള്ളൂ. അല്ലെങ്കിൽ തന്നെ നേരം വൈകിട്ടുണ്ട്. അപ്പോഴാ അമ്മയുടെ നേർക്ക് നോക്കാതെ പറഞ്ഞ് പിറുവിറുത്തവൾ. ഇത്രയും ദിവസം വീട്ടിലിരുന്ന പോലെയല്ല. ക്ലാസ് ഉണ്ടെന്ന ഓർമ്മ നിനക്ക് വേണം. എന്നാലേ നേരം വൈകാതിരിക്കൂ. അതെങ്ങനെയാ? രാത്രി മുഴുവൻ ഫോൺ നോക്കിയിരുന്ന് നട്ടപ്പാതിരക്ക ഉറങ്ങുക. അമ്മ ചൊടിച്ചു തുടങ്ങിയതും വേണിക്ക് വിറഞ്ഞു കയറുന്നുണ്ടായിരുന്നു. ഈ അമ്മ രാവിലെ തന്നെ വഴക്കുണ്ടാക്കാൻ വരികയാണോ?
ഓ മതി, ഇനി രണ്ടാളും കൂടെ വഴക്കുണ്ടാക്കണ്ട, ഞാൻ തുടച്ചേരാൻ മുടി. രാധിക വഴക്ക് വലുതാൻ മുമ്പ് ഇടപെട്ടു. പിന്നെ തന്നെ മുടി കെട്ടി വെച്ചിരിക്കുന്ന തോർത്തഴിച്ച് വേണിയുടെ മുടിത്തുമ്പിലെ വെള്ളം പതിയെ ഒപ്പിയെടുത്തു. അതോടെ സന്ധ്യ അടങ്ങി തന്റെ ജോലിയിലേക്ക് തിരിഞ്ഞു. വേണിയും സ്വസ്ഥമായി കഴിക്കാൻ തുടങ്ങി. അമൽ പിന്നെ ഇപ്പോഴും ആ ഫോണിലും തല ഉയർത്തിയിട്ടില്ല. കുറച്ചു കഴിഞ്ഞതും വേണി തിടുക്കത്തിൽ യാത്ര പറഞ്ഞിറങ്ങി. ഉമ്മറത്തെത്തിയപ്പോൾ പത്രം വായിച്ചുകൊണ്ട് അർഷനിരിപ്പുണ്ട്. ഒരു മുണ്ടും ടീഷർട്ടുമാണ് അവന്റെ വേഷം. ഇന്ന് ശ്യാമിനെയും കൊണ്ട് ഹോസ്പിറ്റൽ പോകാനുള്ളതുകൊണ്ട് ലീവ് എടുത്തിരിക്കുകയാണ്. ചെരുപ്പിടുന്നതിനിടയിൽ അവൾ കടക്കണ്ണാൽ അവനെ ഒന്ന് നോക്കി. പത്രത്തിൽ കമിഴ്ന്ന് കിടക്കുകയാണ്. ഒന്നും നോക്കിയത് പോലുമില്ല. ചെരുപ്പിട്ട് മുഖം കോട്ടിക്കൊണ്ട് വേണി തിരിഞ്ഞടന്നു. ഗേറ്റും കടന്ന് അവൾ മറഞ്ഞതും ഹർഷൻ പതിയെ തന്റെ തല ഉയർത്തി നോക്കി. അവന്റെ ചുണ്ടിൽ അവന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത കുഞ്ഞൊരു ചിരിയുണ്ടായിരുന്നു. വേണി ക്ലാസ്സിലെത്തും മുമ്പ് തന്നെ അഞ്ജന എത്തിയിരുന്നു. അവൾ ക്ലാസ്സിലേക്ക് കയറി നോക്കിയത് കാണുന്നത് അഞ്ജനയുടെ അവിഞ്ഞ ചിരിയാണ്. അതിന്റെ അർത്ഥം അറിയാവുന്നതുകൊണ്ട് തന്നെ വേണി അവളെ കണ്ണുരുട്ടി പേടിപ്പിച്ചുകൊണ്ട് അടുത്തേക്കിരുന്നു. എന്താ? വേണി അവിടെ ഇനിയും നിർത്താത്ത കിളിങ്ങാണ് കലിപ്പോടെ ചോദിച്ചു. അല്ല, എന്തായി? ചില സ്വപ്നങ്ങളെ കണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, ബാക്കി എന്തായി? വേണി സ്വയം നെറ്റിയിലടിച്ചു. ഏത് നേരത്താണോ ഈ കുരിപ്പിനോട് ഇത് പറയാൻ തോന്നിയത്? ദേ പെണ്ണെ, നീ കളിയാക്കില്ലെന്ന് പറഞ്ഞല്ലേ, ഇങ്ങനെയാണ് ഞാൻ നിന്നോടൊന്നും പറയില്ല കേട്ടോ. വേണി മുഖം കൂട്ടി. പേണങ്ങാതെ, ഞാനൊന്നും പറയുന്നില്ല, നീ വിശേഷങ്ങളൊക്കെ പറ. അഞ്ജന പിന്നെ കളിയാക്കാൻ നിൽക്കാതെ അവളെ തനിക്ക് നേരം തിരിച്ചിരുത്തി. വിശേഷങ്ങൾ ഇപ്പം എന്താ? ഞാൻ ഫോണിൽ പറയുന്നൊക്കെ തന്നെ. എല്ലാവരും അടിപൊളിയായിരിക്കുന്നു. ക്ലാസ് തുടങ്ങിയതുകൊണ്ട് ഇനി മുതൽ ശ്യാമ ആൻറ്റിയും മാത്രമായിരിക്കും പകല് വീട്ടിൽ. അവനതിൽ നല്ല സങ്കടമുണ്ട്. ഇന്നലെ മുഴുവൻ അതിൻ്റെ പരാതിയും പരിവായിരുന്നു. പാവം. ആ പിന്നെ ഇന്ന് അവൻ ഹോസ്പിറ്റൽ ചെക്കപ്പിന് കൊണ്ടുപോവാ, അതുകൊണ്ട് പോലീസ് ഇന്ന് ലീവാ. വേണി പറയുന്ന കേട്ട് അഞ്ജന ഇരുന്നു. ഓ അല്ല വേണി, പോലീസ് എങ്ങനെയുണ്ട്? കലിപ്പന്നെയാണോ? പറയാതിരിക്കുക ഭേദം. എന്നോട് മാത്രം ഒരു സ്പെഷ്യൽ കലിപ്പാ. കലിപ്പാണോ എന്ന് ചോദിച്ചാൽ ദേഷ്യമല്ല, പക്ഷെ ഒരു അകൽച്ച. ഒന്നില്ലെങ്കിൽ ഞങ്ങളൊരു വീട്ടിൽ താമസിക്കുന്നവരല്ലേ, ഒന്ന് ചിരിക്കെങ്കിലും ചെയ്തൂടെ? ഇതെപ്പോഴും മുഖവും വീർപ്പിച്ച്. രാവിലെ തന്നെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ നേരെ വൈകിയപ്പോൾ അടുക്കളയിലേക്കൊന്ന് ഓടിപ്പോയതാ. നേരെ അങ്ങനെ മേലെ ചെന്ന് തട്ടിയത്. അറിയാതെ സംഭവിച്ചല്ലേ. ഒരു സോറി പറഞ്ഞപ്പോൾ ഒന്നും മൈൻഡ് ആക്കുപോലും ചെയ്തില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ചിരി, ഒരു നോട്ടം. എവിടെ? വേണി ഓരോന്നോരോന്നായി പറഞ്ഞപ്പോൾ അഞ്ജനയ്ക്ക് ചിരി വന്നുപോയി. വേണിയുടെ സംസാരത്തിലും ഭാവത്തിലും വ്യക്തമാണ് അവൾക്ക് ഹർഷനോട് ചെറുതല്ലാത്ത പരിഭവമുണ്ടെന്ന്. എടാ, എനിക്ക് തോന്നുന്നതേ ആൾക്ക് ചിലപ്പോൾ ഈ പെൺകുട്ടിയോട് മിങ്കിൾ ചെയ്ത് വലിയ പരിചയമൊന്നും ഉണ്ടാവില്ല. പിന്നെ അതുമാത്രമല്ല, ആളിപ്പോൾ നിൽക്കുന്ന നിങ്ങളുടെ വീട്ടിലല്ലേ, അപ്പം പിന്നെ അവിടുത്തെ വീട്ടിലെ പെൺകുട്ടിയായിട്ട് മനഃപൂർവ്വം ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാവും. നാളെ അതിൻ്റെ വലിയൊരു പ്രശ്നം ഉണ്ടാവണ്ടല്ലോ എന്ന് കരുതി. അല്ലേ പിന്നെ അങ്ങയുടെ സ്വഭാവം തന്നെ അങ്ങനെയായിരിക്കും. അഞ്ജന അങ്ങനെ പറഞ്ഞപ്പോൾ വേണി ഒന്ന് ചിന്തിച്ചു. അഞ്ജന പറയുന്നത് ശരിയായിരിക്കുമെന്ന് അവൾക്കും തോന്നി. രാത്രി അത്താഴം കഴിക്കുമ്പോൾ ശ്യാമിന്റെ ഇപ്പോഴത്തെ ഹെൽത്ത് ആൻഡ് കണ്ടീഷനെ കുറിച്ചും ഹോസ്പിറ്റൽ പോയതിനെ കുറിച്ചൊക്കെ ആയിരുന്നു പ്രധാന സംസാര വിഷയം. ഇടയ്ക്ക് തങ്ങളുടെ കോളേജിലെ കാര്യങ്ങളും. അതിനിടയിലും വേണിയുടെ ശ്രദ്ധ കഴിക്കുന്നതിൽ നിന്നും സംസാരത്തിൽ നിന്നും വ്യതിചലിച്ച് ഹർഷനിലേക്ക് പോകുന്നുമുണ്ട്. ചപ്പാത്തിയും ചിക്കൻ കറിയും ഉച്ചക്കത്തെ ബാക്കി വന്ന കുറച്ച് ചോറും കറികളുമാണ് ഡിന്നർ. 2 ചപ്പാത്തിയും കറിയും കുറച്ചധികം സാലഡും പതിയെ ശ്രദ്ധയോടെ കഴിക്കുന്നവനെ അവൾ ഇടയ്ക്കിടെ ശ്രദ്ധിച്ചു. എത്ര പതുക്കെയാണ് ഇയാൾ കഴിക്കുന്നത്. അത് ഓരോ ചെറിയ ചെറിയ ചപ്പാത്തി കഷ്ണങ്ങൾ കറിയിൽ മുക്കി. ആണുങ്ങൾ ഇത്ര സാവധാനം കഴിക്കുമോ? വേണിക്ക് കൗതുകമായി. ഇടയ്ക്കെപ്പോഴും ഹർഷന്റെ നോട്ടം അവളുടെ കണ്ണുകളിലേക്ക് കൂർത്തു വന്നു. കുറച്ചധികം നേരമായി അവൾ തന്നെ നോക്കുന്നതായി അനുഭവപ്പെടാൻ തുടങ്ങിയിട്ട്. അവൻ കണ്ടെന്ന് മനസ്സിലായതും വേണി അപ്പോൾ തന്നെ പ്ലേറ്റിലേക്ക് നോട്ടം തെറ്റിച്ചു. പിന്നെ കഴിച്ചു തീരും വരെയും അറിയാതെ പോലെ അവൾ അവനെ നോക്കാൻ പോയില്ല. എങ്കിലും മനസ്സിൽ ചമ്മലും പേടിയും തോന്നി വേണിക്ക്. ഇനി പോലീസ് താൻ വായി നോക്കിയാണെന്ന് കരുതോ? നാണക്കേട്. എപ്പോഴാണ് മുമ്പിൽ നാണുകെട്ടി നിൽക്കുന്നതാണല്ലോ ദൈവമേ. ഇതിന്റെ പേരിൽ ഇനിയും വഴക്ക് പറയാവോ? വേണി ചിന്തിച്ചു കൂട്ടി കഴിച്ചു തീർത്തു. പിന്നെ ശ്യാമിന്റെ അമ്മലിനെയും കൂടെ ടിവിക്ക് മുന്നിലിരുന്നു. ഷാജിയും ഉണ്ട്. അത്താഴം കഴിഞ്ഞാൽ കുറച്ചേറെ ടിവിയിൽ എന്തെങ്കിലും പ്രോഗ്രാം കണ്ട് സംസാരിച്ചിരിക്കുക അവരുടെ പതിവാണ്. ഹർഷൻ എന്തോ കോള് വന്നു ഉമ്മറത്തേക്ക് ഇറങ്ങി സംസാരിക്കാൻ പോയി. അടുക്കളയിലെ കുറച്ച് പണികൾ ഒതുക്കി രാധികയും സന്ധ്യയും കൂടെ അവിടേക്ക് ഇരുന്നു. 6 പേരും കൂടെ ഓരോ കാര്യങ്ങളായി സംസാരിക്കുന്നതിനിടയിലാണ് കോള് കഴിഞ്ഞ് തിരിച്ചു വന്ന് രാധികയുടെ അരികിലേക്ക് ഇരുന്നുകൊണ്ട് അവനൊരു തുടക്കം കിട്ടാൻ നിന്നു. അമ്മേ, ആന്റി, അങ്കിൾ, ഒരു കാര്യം പറയാനുണ്ട്. അവനൊരു മുഖവരി ഇട്ടു. എല്ലാവരുടെയും ശ്രദ്ധ അവനിലേക്കായി. ഷാജി TV ഓഫ് ചെയ്തു. വേണിയോ ആകാംക്ഷയോടെ അവരെ നോക്കി. അങ്കിൾ, എന്നെ ഒരു സുഹൃത്താ വിളിച്ചത്. ഇവിടെ ടൗണിലൊരു വീടുണ്ടെന്നാ അവൻ പറയുന്നത്. അവൻ്റെ പരിചയത്തിലുള്ള ഒരാളുടെ വീട് തന്നെയാണ്. അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഫാമിലി ഒഴിഞ്ഞെന്ന്. ഹർഷൻ അത്രയും പറഞ്ഞ എല്ലാവരെയും നോക്കി. പെട്ടെന്ന് കേൾക്കുന്ന അങ്കലാപ്പ് അവരിൽ ഉണ്ടായിരുന്നു. അല്ല മോനെ, ഇനിയിപ്പോൾ വേറെ വീടൊക്കെ നോക്കണോ? പുതിയ വീടിന്റെ പണി കഴിയും വരെ ഇവിടെ നിന്നാ പോരെ? സന്ധ്യയാണ് ചോദിച്ചത്. അവർക്ക് അത്രയും പ്രിയപ്പെട്ടവരായി മാറിയുന്ന ആ 3 പേരും. ഹർഷൻ അമ്മയെ നോക്കി. ഇവിടെ നിൽക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ സന്ധ്യ ഞങ്ങൾക്ക്. ഇത്ര ദിവസം ഇവിടെ സ്വന്തം വീട് പോലെ തന്നെയാണ് തോന്നിയതും. പക്ഷെ അങ്ങനെ പോരല്ലോ. പുതിയ വീടിന്റെ പണി ഇനി ഒരുപാട് ചെയ്തു തീർക്കാറുണ്ട്. മാസങ്ങളും ചിലപ്പോൾ വർഷങ്ങളും വേണ്ടിവരും അത് തീരാൻ. അതുവരെ ഇവിടെ എങ്ങനെയാ നിൽക്കുക? ഇവിടെ നിൽക്കാൻ നിർബന്ധിക്കുന്ന നിങ്ങളുടെ സ്നേഹം ഒന്ന് അനുഭവിക്കുക. അതുപോലെ മറ്റൊരു വീട്ടിലേക്ക് മാറേണ്ട ഞങ്ങളുടെ ഉത്തരവാദിത്വം അല്ലേ? എന്തായാലും മറ്റൊരു വീട്ടിലേക്ക് മാറിയേ പറ്റുള്ളൂ.
പിന്നെ എന്നേക്കായിട്ട് പോയെന്നല്ലല്ലോ ഞങ്ങള്. ഇവിടെ നിന്ന് 1/2 കിലോമീറ്റർ അല്ലേ ഉള്ളൂ ടൗണിലേക്ക്. രാധിക സന്ധ്യയുടെ കൈകൾ പിടിച്ചവരോട് പറഞ്ഞു. സന്ധ്യ മങ്ങിയ മുഖത്തോടെങ്കിലും അവർ പറഞ്ഞത് അംഗീകരിച്ചു. താൻ വിഷമിക്കാതെ, കുറച്ച് മാസങ്ങളൂടെ കഴിഞ്ഞാൽ ഇവർ വീണ്ടും നമ്മുടെ അയൽവക്കത്തേക്ക് തന്നെയല്ലേ വരുന്നത്. ഷാജി അവരോട് പറഞ്ഞു. അയാൾക്ക് അവരെ പിരിഞ്ഞതിൽ താല്പര്യമില്ലെങ്കിലും കഴിഞ്ഞ 2 ദിവസം വിനോദ് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ അവർ മറ്റൊരു വീട്ടിലേക്ക് മാറുന്നതിന് എതിർപ്പില്ലായിരുന്നു. ഹർഷ, ടൗണിലെവിടെയാ വീട്? പോയി നോക്കേണ്ട ആദ്യം. ഷാജി ഹർഷനോട് ചോദിച്ചു. അങ്ങനെ ടൗണിലെ ഹെൽത്ത് സെന്റർ അടുത്ത് തന്നെയാണെന്നാണ് പറഞ്ഞ്. നാളെ അവിടുന്ന് പോയി നോക്കാന്നാണ് കരുതുന്നത്. കുറച്ചേരം കൂടി അതിനെക്കുറിച്ചുള്ള സംസാരം നീണ്ടുപോയതിനു ശേഷമാണ് അവർ കിടക്കാനായി പോയത്. 5 സെന്റിൽ ചെറിയൊരു ഒറ്റനില വീട്. 2 ബെഡ്റൂമുകളും സിറ്റ് ഔട്ടും ഹാളും കിച്ചണും ചേർന്ന 3 പേർക്ക് കഴിയാനുള്ള സൗകര്യങ്ങളുണ്ട്. ഉച്ചയ്ക്ക് സ്റ്റേഷനിൽ നിന്ന് വീട് കാണാൻ വന്നായിരുന്നു ഹർഷൻ. ഹോട്ടലിൽ നിന്ന് ഷാജിയും കൂടെ കൂട്ടിയിരുന്നവൻ. വീട് മുഴുവൻ ചുറ്റിക്കണ്ടപ്പോൾ അവൻ ഇഷ്ടപ്പെട്ടു. കൂടാതെ അമ്മയ്ക്കും ശ്യാമിനും വാട്സാപ്പിൽ വീടിന്റെ ഫോട്ടോസ് എടുത്ത് അയച്ചു കൊടുക്കുകയും ചെയ്തു. ശ്യാം അപ്പോൾ തന്നെ അമ്മയെ വിളിച്ച് അവനെ വീഡിയോ കോൾ ചെയ്ത് വീടിന്റെ അകവും പുറവും ഹർഷനെ കൊണ്ട് ചുറ്റി കാണിച്ചു. മുമ്പ് താമസിച്ച വീടിന്റെ അത്ര വലിപ്പവും സൗകര്യവും മുറ്റവും ഇല്ലെങ്കിലും വൃത്തിയും ആവശ്യ സൗകര്യങ്ങളും കിണറ്റിലെ തെളിനീരൊക്കെ കണ്ടപ്പോൾ അവർക്കും വീട് ബോധിച്ചു. അപ്പോൾ തന്നെ ഹർഷൻ എഗ്രിമെന്റ് എഴുതി അഡ്വാൻസും നൽകി. കുറച്ച് മെയിൻ്റനൻസ് വർക്ക് കൂടെ ബാക്കിയുണ്ട് അവിടെ. അതുകൂടെ കഴിഞ്ഞ് 2 ദിവസങ്ങളിൽ ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനമായി. ഷാജിക്ക് എതിരഭിപ്രായം ഇല്ലായിരുന്നു. അവിടെ നിന്ന് ഷാജിയെ വീണ്ടും ഹോട്ടലിലേക്ക് ആക്കി. ഹോട്ടലിൽ നിന്ന് ഊണ് കഴിച്ചാണ് ഹർഷൻ വീണ്ടും സ്റ്റേഷനിലേക്ക് പോയത്. വേണി ബസ് ഇറങ്ങി റോഡരികിലൂടെ നടന്നു വരികയാണ്. സ്റ്റോപ്പിൽ നിന്ന് 10 മിനിറ്റിലധികം നടക്കാറുണ്ട് വീട്ടിലേക്ക്. വേണി ഒരു മൂളിപ്പാട്ടും പാടി മെല്ലെ നടന്നു. വഴിയിലെ പൂക്കളും ഇലകളും നുള്ളിയും പറിച്ചുമാണ് അവളുടെ നടപ്പ്. പുറകിൽ നിന്ന് ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടതും അവൾ അരികിലേക്ക് ഒന്നുകൂടെ ഒതുങ്ങി തിരിഞ്ഞു നോക്കി. അത് ഹർഷനാണെന്ന് മനസ്സിലായതും അവളുടെ കണ്ണുകൾ വിടർന്നു. ഇനിയിപ്പോൾ നടന്നു ബുദ്ധിമുട്ടണ്ട, ഹർഷൻ ചേട്ടൻ്റെ ഇവിടെ ബുള്ളറ്റിൽ പോവാം. അവൾ മനസ്സിൽ കണക്കൂട്ടിയ ഒരു ചിരിയോടെ അവിടെ കാത്തു നിന്നു. ഹർഷൻ അവളെ കണ്ടെങ്കിലും വണ്ടി അവിടെ നിർത്തിയില്ലെന്ന് മാത്രമല്ല, ഒന്ന് ചിരിക്കുക പോലും ചെയ്യാതെ അവനൊരു പോക്ക് പോയി. അവൻ നിർത്തുമെന്നും തന്നെയും വീട്ടിലേക്ക് കൂട്ടുമെന്നും പ്രതീക്ഷിച്ചവൾ വാപ്പിളിർത്തി അവൻ പോയ വഴിയെ നോക്കി. ഒരുപാട് ദൂരം മുന്നോട്ട് പോയ വണ്ടി കാണെ അവൾക്ക് സങ്കടവും ദേഷ്യവും ഒരുമിച്ച് വന്നു. മുഖം ചുളിച്ച് വീണ്ടും പതിയെ നടന്നു വേണി. ഹർഷൻ ചേട്ടൻ തന്നെ കണ്ടിട്ട് വണ്ടിയെ നിർത്തിയ പോലും ഇല്ലല്ലോ. താനും വീട്ടിലേക്കല്ലേ, പിന്നെന്താ നിർത്താഞ്ഞ്? അത് തന്നെ മനസ്സിലായിട്ടില്ലേ? ഇനി മനസ്സിലായിട്ടുണ്ടാവും, എൻ്റെ മുഖം നല്ലോണം കണ്ടതാണല്ലോ. പിന്നെന്താ? അപ്പം മനഃപൂർവ്വം വണ്ടി നിർത്താതെ തന്നെയാ. ദുഷ്ടൻ, ഇതൊരു മനസ്സായയാൾക്ക്. ഇനി എന്തോരം നടക്കാറുണ്ട് എനിക്ക്, അതുപോലും ചിന്തിച്ചില്ലല്ലോ. എന്നാലും എന്തോ എന്നെ അവോയ്ഡ് ചെയ്ത്. ഇനി ആൾക്ക് ഇഷ്ടമല്ലേ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതിന് പോലീസ് വണ്ടിയിൽ വീട്ടിൽ ഡ്രോപ്പ് ചെയ്താണല്ലോ. എന്നോട് ദേഷ്യമൊന്നും ഉണ്ടാവില്ല. ദേഷ്യം ഉണ്ടാകാൻ ഞാനൊന്നും ചെയ്തില്ലല്ലോ. പിന്നെ എന്താണ് കൊണ്ടുപോകാത്ത? ഇനി അഞ്ജന പറഞ്ഞ പോലെ ആൾക്ക് പെൺകുട്ടികളോട് അടുത്തിടപഴകാൻ അറിയില്ലേ? അതുകൊണ്ടാവോ? വേണി നടക്കുന്തോറും ചിന്തിച്ചു കൂട്ടി. എന്നാലും ഇനിയും കൂട്ടായിരുന്നു. പാവല്ലേ ഞാൻ. ഇനി ഇത്രയും ദൂരം ഞാൻ ഒറ്റക്ക് നടക്കണ്ടേ? എന്ത് പോലീസാ? അതും പോട്ടെ, ഒരു വീട്ടിൽ താമസിക്കുന്നവരല്ലേ. എന്നിട്ടും വല്ലാത്ത മനുഷ്യൻ തന്നെ. വേണിക്ക് പിന്നെ ഉള്ളിൽ സങ്കടവും ചമ്മലും ദേഷ്യവും പരിഭവമൊക്കെ തോന്നി. നോയിക്കോ, ഞാനും വാങ്ങിക്കോ സ്കൂട്ടി, ഇതെന്റെ വാശിയാ. പിറിവൃത്തും ചൊല്ലി പറഞ്ഞു. ഹർഷനോടുള്ള ഇഷ്ടക്കേടുടെയും ദേഷ്യത്തോടെയും പരിഭവത്തോടെയുമാണ് അവൾ വീട്ടിലെത്തിയത്. മുറ്റത്ത് അവന്റെ ബുള്ളറ്റുണ്ട്. അതിനെ നോക്കി മുഖം കൂട്ടി ചെരുപ്പഴിച്ച് അകത്തേക്ക് കയറിയപ്പോൾ ആരെയും കണ്ടില്ല അവൾ. അടുക്കളയിൽ നിന്ന് ശ്യാമും അമ്മമാരും സംസാരിക്കുന്ന ശബ്ദം മാത്രം കേൾക്കാം. വേണി അങ്ങോട്ടേക്ക് പോകാൻ നേരെ റൂമിലേക്ക് പോകുന്നു. വേഗം കുളിച്ച് വസ്ത്രം മാറി അടുക്കളയിലേക്ക് ചെന്നു. അവിടെ 3 പേര് നല്ല സംസാരത്തിലാണ്. സന്ധ്യ ചായ ഉണ്ടാക്കുന്നുണ്ട്. നീയപ്പൊന്നു? അവളെ കണ്ടു ശ്യാം ചോദിച്ചു. ഞാൻ വന്നു. ആൾ വലിയ ഉത്സാഹ ആവേശമൊന്നുമില്ലാതെ പറഞ്ഞു. എന്തു പറ്റി? ഒരു മൂഡ് ഓഫ്? സന്ധ്യ അവളുടെ മുഖം കണ്ട് ചോദിച്ചു. അമ്മ, എനിക്ക് വയ്യന് ബസ്സിൽ പോയി വരാം. എനിക്ക് സ്കൂട്ടി വേണം, പുതിയത്, അല്ലെങ്കിൽ അമ്മയുടെ വണ്ടിയാലും മതി. വേണി അപ്പോൾ തന്നെ ആവശ്യം പറഞ്ഞു. ഇതെന്താ ഇപ്പോൾ ഒരു വണ്ടി പൂതി? ഇത്രയും നാൾ ബസ്സിൽ പോകാൻ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. പിന്നെ എന്താ ഇപ്പോൾ പെട്ടെന്നൊരാവശ്യം? സന്ധ്യ അത്ഭുതപ്പെട്ടു. ഇത്രയും നാൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഇനി എനിക്ക് വയ്യ, അടുത്തു മനുഷ്യന്. എനിക്ക് എന്നാലും വണ്ടി വേണമ്മ. അല്ലെങ്കിൽ അമലിനോട് ഇനി മുതൽ ബസ്സിന് പോകാൻ പറ, ഞാൻ ആ വണ്ടി എടുത്തോളാം. അതും കേട്ടുകൊണ്ടാണ് അമലെത്തിയത്. അയ്യടാ, വണ്ടി ഞാൻ തരില്ല. ചേച്ചി വേണമെങ്കിൽ വേറെ പുതിയ വണ്ടി എടുക്കും, അല്ലെങ്കിൽ എനിക്ക് പുതിയ ബൈക്ക് എടുത്താനാണെങ്കിൽ ഞാൻ വണ്ടി തരാം, അമൽ അപ്പോൾ തന്നെ പറഞ്ഞു. ശ്യാമുരാധികയും ഇതടുത്ത വഴക്കുള്ള തുടക്കാണോ സംശയിച്ചു. പിന്നെ നിനക്ക് എന്താണ് ബസ്സിൽ പോയാ? ഞാൻ ഇത്രയും കാലം ബസ്സിനല്ലേ പോയത്, അതുപോലെ തന്നെ ഞങ്ങൾ പോകണം. വേണി ചൂട് പിടിച്ച് പറഞ്ഞെങ്കിലും സന്ധ്യ പെട്ടെന്ന് തന്നെ ഇടപെട്ടു. മതി, ഇനി രണ്ടും അതിൻ്റെ മേലൊരു വഴക്ക് തുടങ്ങേണ്ട. നിനക്ക് വണ്ടി എടുക്കുന്നതല്ലേ? അച്ഛൻ വന്നിട്ട് ഞാൻ പറയാം. ചായ കുടിക്ക് വന്നിട്ട്. അമലേ, പോയി കുളിക്ക്, ചെല്ല്. അമൽ അമ്മയെ നോക്കി തിരിച്ചു പോയി. വേണി ശ്യാമിന്റെ അടുത്തേക്ക് ഇരിക്കുകയും ചെയ്തു. ഞാൻ കരുതി അടുത്ത ലഹള തുടങ്ങിയെന്ന്. ശ്യാം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ലഹളയാവേണ്ടത് തന്നെയാ. രണ്ടിന് എന്തെങ്കിലും ചെറുത് മതിയല്ലോ വഴക്കുണ്ടാക്കാൻ. എന്നാൽ ഇവളല്ലേ മൂത്തത്, അതിൻ്റെ ഒരു മെച്യൂരിറ്റി ഇതിനുണ്ടോ? സന്ധ്യ വേണിയെ കണ്ണുരുട്ടി നോക്കിക്കൊണ്ട് പറഞ്ഞു. എപ്പോഴും വഴക്കുണ്ടാക്കുന്നത് ഞാനാണല്ലോ, എല്ലാറ്റിനും ഞാനാണല്ലോ കാരണം. അല്ലെങ്കിലും അമ്മയ്ക്ക് അവനോടാ സ്നേഹം. രാധിക ആറ്റിവെച്ച ചായ ഗ്ലാസ് എടുത്തുകൊണ്ട് വേണിക്ക് അവളും വീർപ്പിച്ച് ചവിട്ടി മതിച്ച് അടുക്കള വിട്ടു.
മുഖം നിറയെ ആരോടുന്നില്ലാത്ത ദേഷ്യവും വാശിയുമായി കവളും വീർപ്പിച്ച് വന്നവൾ ചെന്നിരുന്നത് ഹർഷന്റെ മുമ്പിൽ. കുളിച്ച് വേഷം മാറി താഴേക്ക് വന്നതാണവൻ. അവനെ കണ്ടതും അവളുടെ മുഖം ഒന്നുകൂടെ വീർത്തു. മുഖവും വെട്ടിച്ച് അവളവനെ കടന്ന് ഉമ്മറത്തേക്ക് പോയി. പല്ലിനിടയിൽ എന്തൊക്കെയോ പിറുവിറുത്ത് പോകുന്നവളെ കൗതുകത്തോടെ തിരിഞ്ഞു നോക്കിയവൻ. അവനൊന്നിന്ന് എന്തൊക്കെയോ ചിന്തിച്ചു. പിന്നെ തലവെട്ടിച്ച് അടുക്കള ലക്ഷ്യമാക്കി നടന്നു. അവള് പിണങ്ങിപ്പോയതായിട്ടോ. പാവം കുട്ടി, നീ അതിനൊന്നും പറയണ്ടായിരുന്നു. രാധിക അങ്ങനെ പറഞ്ഞപ്പോൾ സന്ധ്യ കണ്ണിറുക്കി ചിരിച്ചു. ഇതിവിടെ പതിവാ, 5 മിനിറ്റ് തയ്ച്ചിണ്ടാവില്ല ആ പിണക്കം. ഞാനതല്ല, അവൾക്കിപ്പോൾ വണ്ടി എടുക്കണമെന്ന് എന്താ അത്ര വാശിയെന്നാ. അതും ഇനി PGയുടെ ക്ലാസ് കഴിയ ഒരു കൊല്ലം തയ്ച്ചില്ല. അന്ന് അമ്മലിന് എൻ്റെ സ്കൂട്ടി കൊടുക്കുമ്പോൾ പോലും ഒരു എതിർപ്പറിയാതെ സപ്പോർട്ട് ചെയ്തവളാ. ഇപ്പൊ ഒരു വണ്ടിക്ക് വാശി പിടിക്കുന്നത്. ആ ബസ്സിൽ പോയി മടുത്തിട്ടുണ്ടാവും. എന്ത് തിരക്കാന്നാ, ഒരു ബസ്സിൽ കയറി പറ്റാൻ തന്നെ എത്ര നേരം കാത്തു നിൽക്കണം. അവരുടെ ആ സംസാരം കേട്ടുകൊണ്ടാണ് ഹർഷൻ അടുക്കളയിലേക്ക് ചെന്ന്. വേണി പുതിയ വണ്ടി വേണമെന്ന് വാശി പിടിച്ചോ? അവന് സംശയം തോന്നി. താൻ അവളെ വൈകിട്ട് കണ്ടിട്ടും വിളിക്കാതെ പോകുന്നതുകൊണ്ടാണോ ഈ ആവശ്യത്തിന് പിന്നിൽ? അതുകൊണ്ടാണോ തന്നെ കണ്ടപ്പോൾ മുഖം വെട്ടിച്ച് പോയതവൾ? അവനാകെ സംശയമായി. അവൻ ചിന്തകളെ തൽക്കാലം ഒഴിവാക്കി അവർക്കിടയിലേക്ക് ചെന്നിരുന്നു. രാത്രി ഷാജി വന്നപ്പോഴേ വേണി അച്ഛന്റെ പിന്നാലെ കൂടി. തനിക്ക് പുതിയ വണ്ടി വേണമെന്ന് പറഞ്ഞ് കൊഞ്ചിക്കൊണ്ട് നടക്കുന്നവളെ ഹാളിലിരിക്കുന്ന ഹർഷൻ ഇടങ്ങണ്ണാലെ ശ്രദ്ധിക്കുകയും ചെയ്തു. ഈ നേരം കൊണ്ട് തന്നെ അവന് ബോധ്യമായിരുന്നു താൻ കാരണമാണ് അവൾ ഇപ്പോൾ സ്കൂട്ടി എടുക്കാൻ ആവശ്യപ്പെടുന്നതെന്ന്. ഇത്ര നേരമായിട്ടും തന്നോടുള്ള അവളുടെ മുഖം വീർപ്പിക്കൽ അവസാനിച്ചിട്ടില്ല. വേണിയുടെ കൊഞ്ചലിനും കെഞ്ചലിനും പുറകെ സന്ധ്യയുടെയും അമലിന്റെയും റെക്കമെൻഡേഷൻ കൂടിയായപ്പോൾ ഷാജി പുതിയ വണ്ടി എടുക്കാമെന്ന് സമ്മതിച്ചു. അത് കേട്ടപ്പോൾ വേണി സന്തോഷവും അഹങ്കാരവും പുച്ഛം കലർന്ന മുഖത്തോട് ആദ്യം നോക്കിയത് ഹർഷനെ തന്നെയാണ്. അവന് ചിരി വന്നുപോയി ആ ഒരു നിമിഷം. രണ്ടാളും പെട്ടെന്ന് സെറ്റാക്കാം, ഒരുപാട് ലാഗാവില്ല. ഇതൊക്കെ ഒഴിച്ചു കൂട്ടാനാവാത്ത ഭാഗങ്ങളാണ്. അവരുടെ സ്വഭാവവും പിന്നെ വേണിയുടെ ഫാസ്റ്റൊക്കെ അറിയാലോ. പെട്ടെന്ന് രണ്ടാളും പ്രേമിക്കുക, കല്യാണം കഴിക്കുക, അത് പോസിബിൾ അല്ല. അവർക്ക് പരസ്പരം കുറച്ചൊന്നും മനസ്സിലാവണ്ടേ? അതിനുവേണ്ടിയാ. ഇതോടെ അത് ഏകദേശം കഴിഞ്ഞു. ഇനി അവരെ ഒരുമിപ്പിക്കുന്നതിലേക്ക് അടക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.